നടന്നു വരുന്ന ആ 3 രൂപങ്ങൾ അടുത്തേക്കെത്തിയപ്പോൾ അയാളുടെ ശ്വാസം നേരെ വീണു. പേടിക്കാനൊന്നുമില്ല, അയാൾ മനസ്സിൽ പറഞ്ഞു. ശ്മശാനത്തിലേക്ക് കടന്നു വന്ന 3 പേർ എങ്ങോ ദൂരദിക്കിൽ നിന്നും വഴിയെ പോകുന്നവരാണ്. ഒരു പണ്ഡിതനും വൈദ്യനും സാഹിത്യകാരനും. കയ്യിലുണ്ടായിരുന്ന വെളിച്ചം കെട്ടപ്പോൾ റാന്തൽ വെളിച്ചം കണ്ട ഭാഗം നോക്കി വന്നതാണ്. അവർക്കിതൊരു പള്ളിക്കാടാണ്, ഒരു ശ്മശാനമാണ് എന്നൊന്നും അറിയില്ല. ഇരുട്ടത്തൊരു റാന്തൽ കത്തുന്നു. അടുത്താരുമില്ല. അവർക്ക് കയ്യിലുള്ള റാന്തലിലേക്ക് തീ കൊളുത്തുകയേ വേണ്ടൂ. അതിനാണ് അവർ അടുത്തു ചെന്നത്. ചെന്നു നോക്കുമ്പോൾ കണ്ട കാഴ്ച അവരെ ഞെട്ടിച്ചു. ഈ കൂരിരുട്ടിൽ ഒരു റാന്തലും സമീപത്തൊരു മയ്യത്തും. തൊട്ടടുത്തൊരു ഖബർ തുറന്നു വെച്ചിരിക്കുന്നു, അതും കഫം പുടവ നീക്കിയ നിലയിൽ. സ്വല്പനേരത്തേക്ക് ആർക്കുമൊന്നും മിണ്ടാനായില്ല. സ്വബോധം വീണ്ടെടുത്തപ്പോൾ അവർ സംസാരിച്ചു തുടങ്ങി. പണ്ഡിതനും വൈദ്യനും സാഹിത്യകാരനുമല്ലേ, അവർക്ക് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി മിണ്ടാതിരിക്കാനാവില്ലല്ലോ. ആരാണിത് ചെയ്തതെന്ന്? ഒരു സുന്ദരി പെണ്ണിന്റെ മൃതദേഹമാണല്ലോ ഇത്. ആരായിരുന്നാലും ഇവിടെ പരിസരത്തുണ്ടാവും. ജിന്നുകളായിരിക്കുമോ? കൂട്ടത്തിലെ ഏറ്റവും ധൈര്യവാനായ വൈദ്യൻ ആ മയ്യത്തിനെ ചുഴിഞ്ഞൊന്നു നോക്കി. എന്നിട്ട് പറഞ്ഞു, ഈ പെണ്ണ് മരിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊന്ന് നോക്കട്ടെ. അത് വേണ്ട, ഒരു പെണ്ണാണത്. അവൾക്ക് ബോധം വന്നാൽ വിഷയം കൈകാര്യം ചെയ്യാൻ പ്രശ്നമാകും. നമുക്ക് വിളക്ക് കത്തിച്ച് നമ്മുടെ നാട്ടിലും നമ്മുടെ പാട്ടിന് പോകാം. മറ്റു 2 പേരും പറഞ്ഞു, അത് പറ്റില്ല. ഒരു പാവം പെൺകുട്ടിയെ ഒറ്റയ്ക്ക് കാട്ടിൽ കിടത്തി പോകുന്നത് ശരിയല്ല. എനിക്ക് വൈദ്യം പഠിപ്പിച്ച അള്ളാഹുവിനോട് ഞാൻ ഉത്തരം പറയേണ്ടി വരും. അവർക്ക് ജീവിക്കാനാവുമെങ്കിൽ നമുക്കൊക്കെ ഇതിൽ കടമയുണ്ട്. ഇനി മരിച്ചിട്ടുണ്ടെങ്കിലും കടമകളുണ്ട്. പണ്ഡിതനും സാഹിത്യകാരനും മനസ്സിലാവും വിധം വിഷയ ഗൗരവം വരുത്തിയിട്ട് വൈദ്യൻ മയ്യത്തിന്റെ സമീപത്തു ചെന്നിരുന്നു. നാടി പിടിച്ചു നോക്കുകയും കണ്ണുകൾ തുറന്നടക്കുകയും ചെയ്തു. എന്നിട്ട് തോൽസഞ്ചിയിൽ കൈയിട്ട് ചില പച്ചിലകൾ പുറത്തെടുത്തു. ധൃതിയിൽ അത് തിരുമ്മി പിഴിഞ്ഞു. നീര് മയ്യത്തിന്റെ വായിലും മൂക്കിലുമൊക്കെ ഇറ്റിച്ചു. നിമിഷം കടന്നുപോയി. സുന്ദരി പെണ്ണ് പിടഞ്ഞെഴുന്നേറ്റു. എഴുന്നേറ്റോടും അവൾ കഫം പുടവ വാരിച്ചുറ്റി നാണം മറച്ചു. ഞാനിതെവിടെയാണ്? അവളുടെ വച്ച പള്ളിക്കാട്ടിൽ മുഴങ്ങി. എൻ്റെ കല്യാണപ്പന്തൽ. പരസ്പര ബന്ധമില്ലാത്ത സംസാരമാണ് അവർക്കൊക്കെ തോന്നിയത്. എൻ്റെ ഉടുപ്പുകൾ തരൂ. അവൾ പേടിച്ച് വിറച്ചു. അവൾ ആ 3 പേരെയും തറപ്പിച്ചു നോക്കി. സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോകുന്ന രാത്രി കള്ളന്മാർ ഈ ബൽക്കിലുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇതേതാ സ്ഥലം? സത്യം പറ, എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? രാജാവിൻ്റെ മകൾ സൊഫിയയാണ് ഞാൻ. എന്നെ തൊട്ടാൽ കരുതിക്കോ. രാജാവിൻ്റെ മകളോ? ആയിരിക്കാം. കാര്യം കുഴപ്പമായെന്ന് അവർ ഉറപ്പിച്ചു. നമുക്ക് അപ്പോൾ തന്നെ വിളക്കും കത്തിച്ച് പോയാൽ മതിയായിരുന്നു. ഇനിയിപ്പോ ഇതിനൊക്കെ നമ്മൾ സമാധാനം പറയേണ്ടി വരില്ലേ? ഇവിടെ വീട്ടിലെത്തിക്കണ്ടേ? വൈദ്യരെ ആദ്യമേ വിലക്കിയത് ആ 2 പേരും പിറുപിറുത്തു. മോളെ, നീ പേടിക്കണ്ട. ഞങ്ങൾ ദൂരെ നിന്ന് വരുന്ന ഒരു യാത്രികരും. ഇതുവഴി പോകുമ്പോൾ കയ്യിലുള്ള വിളക്ക് കെട്ടുപോയി. വെളിച്ചം കണ്ടപ്പോൾ ഇങ്ങോട്ട് വന്നതാണ്. വിളക്ക് കെട്ടില്ലെങ്കിൽ ഞങ്ങൾ ആ വഴിക്ക് പോകേണ്ടവരാണ്. ഖബർ മാന്തി നിന്നെ ആരോ പുറത്ത് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ അങ്ങനെയാ കണ്ടത്. അവർ രാജകുമാരിയെ സമാധാനിപ്പിച്ചു. ഖബറോ? അതിന് ഞാൻ മരിച്ചു. ഞാൻ എൻ്റെ മംഗല്യ പന്തലിലായിരുന്നു. ഒരു പാമ്പ് വന്ന് കാലിൽ കടിച്ചത് ഓർമ്മയുണ്ട്. പിന്നെ എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല. കൂടിയെന്നവർക്ക് കാര്യം മനസ്സിലായി. എങ്കിൽ നീ മരിച്ചെന്ന് കരുതി അവർ അനന്തര കർമ്മങ്ങൾ പൂർത്തിയാക്കി മറമാടിയതാവാം. അപ്പോൾ പിന്നെ ഒരു പ്രശ്നം. ഖബർ കുഴിച്ചെടുത്ത് മയ്യത്തിനെ നിന്നെ പുറത്ത് വെച്ചത് ആരാണ്? ഏതെങ്കിലും മോഷ്ടാക്കളോ ഏതെങ്കിലും മോശം ചിന്താഗതിക്കാരാണോ? എന്തായിരുന്നാലും രാജകുമാരിയെ ഞങ്ങൾ വീട്ടിലെത്തിച്ചു തരാം. അവർ റാന്തൽ വിളക്കുമെടുത്ത് രാജകുമാരിയെയും കൂട്ടി കൊട്ടാരത്തിലേക്ക് നടന്നു. മൈലാഞ്ചി ചെടിയുടെ മറവിലിരുന്ന് ഖബർ മാന്തിയ ആൾ എല്ലാം നോക്കി കാണുന്നുണ്ടായിരുന്നു. നാഥ, നീ എൻ്റെ സങ്കടം കണ്ടല്ലോ. അവൾക്ക് ജീവൻ തിരിച്ചു കിട്ടിയിരിക്കുന്നു. പക്ഷേ അവരോടൊപ്പമാണ് പോകുന്നത്. ഇനിയും അവളെ നഷ്ടപ്പെടാനോ ആണോ വിധി? ഇനി സമയം കളയാനില്ല. അവരോട് കാര്യങ്ങളെല്ലാം
തുറന്നു പറയാം. കബർ കുഴിച്ച ആൾ പൊന്തക്കാട്ടിൽ നിന്നും എഴുന്നേറ്റ് പിന്നാലെ ചെന്നു. അസ്സലാമു അലൈക്കും. തിരിഞ്ഞു നോക്കിയപ്പോൾ പേടിപ്പെടുത്തുന്ന രൂപത്തിൽ ആ ഒരാളുടെ നിൽപ്പ്. കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ച് വീർത്തൊലിച്ചൊരു മനുഷ്യൻ. നിങ്ങളാരാ? വൈദ്യൻ ചോദിച്ചു. ഇവളുടെ ഭർത്താവ്, മൻസൂർ രാജാവിന്റെ മരുമകൻ. അയാൾ മറുപടി പറഞ്ഞു. ഇത് കേട്ട് രാജകുമാരി പൊട്ടിത്തെറിച്ചു. ഹേയ്, ഇയാൾ എന്റെ ഭർത്താവില്ല, പച്ചക്കള്ളമാണ് ഇയാൾ പറയുന്നത്. എന്റെ പ്രതിശുദ്ധ വരൻ ഡമസ്കസ് രാജകുമാരനാണ്. രാജകുമാരിയുടെ മറുപടി കേട്ട് 3 പേരും അമ്പരന്നു. ഒരു പെണ്ണിന് 2 ഭർത്താക്കന്മാരോ? ഡമസ്കസ് രാജകുമാരനെ സമ്മതിക്കാം, പക്ഷെ ഇയാളോ? ഈ ഫക്കീർ എങ്ങനെ ബൽക്ക് രാജാവിന്റെ മരുമകനാക്കും?